ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒരു മുഖത്തിടാൻ പറ്റുന്ന രണ്ട് പാക്ക്, ഫേസ് പാക്ക് പോലത്തെ ഫേസ് പാക്കിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതെന്ത് വെച്ചിട്ടാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. പച്ചമഞ്ഞളാണ് ഇത്. കടയിൽ നിന്ന് മേടിച്ചൊന്നുമല്ല. ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെയല്ല, വിദ്രയിലാണ്, ഹസ്ബൻഡിൻ്റെ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മുടെ പറമ്പിൽ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് വന്ന മഞ്ഞളാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് അവിടുത്തെ ഇതെന്നുള്ളത് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. നമ്മളിത് അവിടെ ചെന്നിട്ട് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിത് വെച്ചിട്ടാണ് ഇന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം.
നമ്മൾ ഇന്നലെ പറമ്പിൽ നിന്ന് വന്നപ്പോഴത്തേനും ഒത്തിരി രാത്രിയായി. അപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ട് വന്ന മഞ്ഞളൊന്നും നമുക്ക് ഇന്നലെ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. മണ്ണും ചെളിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. വേണ്ട ഇതിനകത്തുനിന്ന് ഇനി ഇതിനെ വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്താലേ എത്രത്തോളം മഞ്ഞളുണ്ടെന്നും അത് നമുക്ക് ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഇനിയിപ്പോൾ വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് ഇത് വൃത്തിയാക്കിയിട്ട് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ മഞ്ഞൾ വൃത്തിയാക്കി എടുക്കാം. അത്രയും ചെളിയും മണ്ണുമാണ്. അപ്പം ഇതിനെ കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കണം. ഞാൻ പിന്നെ ഈ മണ്ണും കൂടി ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഇവിടുത്തെ ചെടിക്ക്, ഇവിടുത്തെ മണ്ണൊന്നും അത്രയും വളമുള്ളതൊന്നുമല്ല. അപ്പം ഞാൻ ആ മണ്ണ് നമ്മളിവിടെ നിൽക്കുന്ന ചെടിക്ക് അതിൻ്റെ മൂട്ടിലിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് ആ ചെടിയോടുകൂടി അങ്ങനെ ഞാൻ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇത് നല്ല വളമുള്ള മണ്ണാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിനെ വൃത്തിയാക്കി, നല്ല പാടുണ്ട്, അത്രയും ചെളി ഉറഞ്ഞിരിക്കുവാണ് അതിനകത്ത്. അതിനെ ഇനി നമുക്ക് വെള്ളത്തിലൊന്ന് വെച്ച് കഴുകി ഈ ചെളിയൊക്കെ കളഞ്ഞ് മാറ്റിയെടുക്കാം. നമ്മുടെ മഞ്ഞളിപ്പോൾ ഞാൻ ഇത്രയും ചെളി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഇനിയും ചെളി ഉണ്ട് അതിനകത്ത്. നമുക്ക് ഈ ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ആ ചെളി എത്രയും ബാക്കിയുടെ മാറിക്കിട്ടും. നമുക്കിനി കഴുകാം. അപ്പം നമ്മളിതേ മഞ്ഞൾ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ദേ കണ്ടോ, അടിപൊളി മഞ്ഞൾ, നല്ല മണമുണ്ട്. അത് ഈ നമ്മളിതിൻ്റെ ഈ തൊലി മാറിയിട്ട് അങ്ങനത്തെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. അത് മാറ്റിയപ്പോൾ കയ്യിലൊക്കെ മഞ്ഞ കളർ പിടിച്ചിട്ടുണ്ട്. നല്ല നല്ല മഞ്ഞളാണ്, നല്ല മണമുണ്ട്. അപ്പം നമുക്കിനി ഇത് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അത് ഇത് വൃത്തിയാക്കി എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ ആ ഒരു ഇത് ഒടിയാണ്ട് പൊട്ടിപ്പോകാണ്ട് ഞാൻ എടുത്ത ഒരു ഇത് എത്രയേ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ പൊട്ടിപ്പോയി കഴുകിയപ്പോൾ അതിനകത്തുള്ള ചെളി മാറ്റിയപ്പോഴത്തേനും അത്രയും ഒടിഞ്ഞൊടിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ പീസസ് കുറേ അതിലുണ്ട്. അപ്പോൾ ഞാൻ ആ ഒടിയാണ്ട് മാക്സിമം നോക്കി ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ ഈ ഒരു പീസസ് ആയിട്ട് കിട്ടിയത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് മുഖത്തൊക്കെ തേക്കാം, മുഖത്ത് തേക്കാം, പിന്നെ വെറുതെയും തേക്കാം. തേങ്ങാപ്പാലും മഞ്ഞളും അരച്ച് തേക്കാം, പാലിൽ ചേർത്ത് തേക്കാം, തൈരിൽ ചേർത്ത് തേക്കാം. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും പറിച്ചു വന്നപ്പോൾ ഞാനും വിചാരിച്ചില്ല ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തേച്ച് തീർക്കാം. ആദ്യം നമ്മൾ മഞ്ഞ എടുത്തിട്ടുണ്ട്. പച്ചമഞ്ഞൾ കുറച്ചെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ട രണ്ട് സംഭവം എന്ന് പറയുന്നത് തേനാണൊന്ന്, പിന്നെ ഒന്ന് കടലമാവ്. ഒരു സ്പൂൺ തേനും, ഒരു വലിയ സ്പൂൺ, ഒരു സ്പൂൺ തേനും ഒരു സ്പൂൺ കടലമാവും. നമുക്കിനി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കാം. ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കുന്ന ഇടികല്ലുണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലിട്ട് വേണമെങ്കിലും ചതച്ച് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇതിപ്പം മഞ്ഞൾ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. തേനും കടലമാവും മഞ്ഞളും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഞാൻ മഞ്ഞൾ ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. നമുക്കിനി കടലമാവ് ചേർക്കാം. കടലമാവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തൈരോട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി തൈര് ചേർക്കാം. തൈരല്ല, തേന് ചേർക്കാം. തേന് ചേർത്ത് കൊടുക്കാം. തേനോട് ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തിടാം. അപ്പോൾ ഇതേ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത്, അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊരു കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്കിനി നമ്മുടെ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ആദ്യം മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം ക്രീം ഇടാനായിട്ട്. ഞാൻ ഈ മുടി ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ക്രീം ഇടാം. അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്യാം. ബ്രഷ് വെച്ച് വേണമെങ്കിൽ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം. എനിക്ക് കൈ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഭാഗം ഒരുപാട് അടുത്തേക്ക് പോകരുത്. മഞ്ഞളായതുകൊണ്ട് ചെറിയൊരു നീറ്റിലൊക്കെ കാണും മഞ്ഞളിൻ്റെ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല.
നെറ്റിയിലൊക്കെ ഇട്ട് കൊടുക്കാം. കഴുത്തിലും കൂടി ഇടാൻ മറക്കരുതേ. പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മുഖത്ത് മാത്രം ചെയ്യുമായിരുന്നു, കഴുത്തിലൊക്കെ ചെയ്യത്തില്ലായിരുന്നു, അറിയില്ലായിരുന്നു. പിന്നെയാണ് നമുക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ രണ്ട് നിറത്തിലിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ കഴുത്തിലും ചെയ്യണം. നമുക്ക് കഴുത്തിലിട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ചെറിയ ചൂടുവെള്ളമായിരുന്നു അത്രയും നല്ലത്. നിർബന്ധമില്ല, തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഇതേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടേക്ക് ഉണങ്ങി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വാഷ് ചെയ്യാം. അപ്പോൾ അതേ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്. നമ്മൾ നാച്ചുറലായിട്ടുള്ളതല്ലേ, വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, ആർട്ടിഫിഷ്യലായിട്ടൊന്നും അതിൽ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അടുത്ത ഒരു പാക്ക് കൂടെ ഉണ്ട്. ഞാൻ അതും കൂടെ മിക്സ് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തില്ല, ഒരെണ്ണം ഞാനിപ്പോൾ ഇട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ആ പാക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് അടുത്ത പാക്കിലേക്ക് പോവാം. രണ്ടാമത്തെ പാക്ക് മഞ്ഞൾ, നമ്മൾ നേരത്തെ മഞ്ഞൾ അരച്ച് വെച്ചതിരിപ്പുണ്ട്. അടുത്തത് തൈര്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത്തെ പാക്ക്, മഞ്ഞളും തൈരും. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത്തെ പാക്ക് റെഡി ആയിട്ടുണ്ട്. മഞ്ഞളും തൈരും കൂടി ചേർത്തിട്ടാണ് ഇതും നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്തത് ഉള്ളത് കൊണ്ടാണ് ഇത് ട്രൈ ചെയ്ത് കാണിക്കാത്തത്. അപ്പം ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലത് തന്നെയാണ് മുഖത്തിന്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നിപ്പോൾ കാണിച്ച 2 പാക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളതാണ്, വളരെ പെട്ടെന്ന്, വേറെ വലുതായിട്ടൊരു സംഭവമില്ല. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. 10 മിനിറ്റ് കാര്യമേ ഉള്ളൂ. ഇത് ചെയ്ത് ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, സിമ്പിളായിട്ടുള്ളതുമാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.